സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. യെസ്, ഞങ്ങൾ രണ്ടുപേരും യെസ്. തലേ വെച്ചോ, രസമായിരിക്കും. തലേ വൈ വരണം, വൈ ഞാൻ ഇവിടെ തലയിൽ ഇരിക്കേണ്ടതാണല്ല. ഒരു മിനിറ്റ്. അയച്ചു കൊടുക്കാനല്ലേ? പ്രിപ്പറേഷനാണ്, പ്രിപ്പറേഷൻ. സ്ട്രെസ് കയറിയിട്ട് വിശപ്പും കൂടിയിട്ട് കഴിക്കാന്ന് വെച്ചു. നാളെ പ്രോഗ്രാം അല്ലേ? എന്റെ സൗണ്ട് എല്ലാം പോയി. പ്രാക്ടീസ്. നല്ല സംശയമുണ്ട്. ഇവള് വ്ലോഗ് എടുക്കുന്നത് മനസ്സിലൂടെ എന്ത് ചെയ്യുമ്പോൾ എടുക്കുമെന്ന് പറയാൻ പറ്റും. ഇന്ന് നമ്മളെ ചേച്ചിമാര് എടി എന്റെ വീഡിയോ നോക്കിയിട്ട് അറിയാൻ പറ്റണ എന്റെ എന്നെ ലിപ്സ്റ്റിക് അല്ല, ലിപ്സ്റ്റിക് ഇട്ടാൽ നന്നായിട്ട് അറിയാൻ പറ്റും. കണ്ടോ? ഇന്നലെ വരെ ഒരു പ്രശ്നമില്ലായിരുന്നു, ഒരു പ്രോബ്ലം ഇല്ലാണ്ടിരുന്നു. ഇപ്പം എന്തായാലും നോക്ക്. ഇന്ന് നമ്മളെ ചേച്ചിമാര് ഫേവലാണ്. നമ്മൾ ഫേവൽ എടുക്കാൻ പോകണം അവർക്ക്. ഞങ്ങൾ ചൂസ്. അവൾ ഉപ്പുമാവ് കഴിക്കും, ഞങ്ങൾ ഉപ്പുമാവ് കഴിക്കാറില്ല. അഴുക്ക കുട്ടികളാണ്. അല്ല, ഇത് ബാക്ക് ക്യാം ആക്കാൻ പറ്റൂലടി. ഇങ്ങനെ കാണിക്കാൻ നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? ചായ കുടിക്കുന്ന ഒരാൾ ബിസ്ക്കറ്റ് വെച്ച് ചായ കുടിക്കും. ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് ചായ, ഞാൻ ചായ മാത്രം കുടിക്കും. ഇതുവരെ എനിക്കിവിടെ വന്നിട്ടില്ല, ഇങ്ങനെ വന്നിട്ടില്ല എനിക്ക് പിമ്പിൾസ്. പക്ഷേ നമുക്ക് നല്ല രസമുണ്ട്. അപ്പം നല്ല ഇതായിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോഴാണ് എനിക്ക് അറിഞ്ഞൂടാത്ത പറയാൻ പറ്റും. ഞാനും ആൻസി ആങ്കേഴ്സ്, 2 ഡാൻസേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളെ പരിപാടിയാണെന്നാണ് കേട്ടോ. അല്ല, ഇന്ന് വേറെ ഡാൻസ് എന്താവുന്നൊന്നും അറിഞ്ഞൂടാ. കാണിച്ചു ഇതിന് ഞങ്ങൾ പറയുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണെന്നൊക്കെ പറയാൻ പോവാണ്. ഡാൻസ് കഴിയുമ്പോൾ അറിയാം എനർജറ്റിക് ആവോ അല്ലയോ എന്നൊക്കെ. എവിടെ ഇറക്കി കഴിഞ്ഞ ഞാൻ എപ്പോൾ ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയലോഗ് ഇല്ലല്ലോ പറയാൻ. ആടി നിങ്ങൾ അടി ഉണ്ടാക്കുന്നത് നല്ല രസമാണ്. നിങ്ങളെ നിന്റെ എന്തൊക്കെ കിടക്കണം ഇടണ്ടെന്ന് പറയത്തില്ല, പക്ഷെ കഴിച്ചോ, എല്ലാരും സമാധാനത്തോടെ കഴിച്ചോ. അവിടെ 2 പക്ഷികൾ കൊള്ളാല്ലേ. കുട്ടികൾ അതിച്ചിരി വളർന്നതാ. ഒരു മെമ്മറീസ് എല്ലാം ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഫെയർവെല്ലിൻ്റെ ഒരു ബോർഡ്. ഇവിടെ ആരും വന്നിട്ടില്ല. പരിപാടി നടക്കാൻ ഇനിയൊരു 1.5 മണിക്കൂർ ബാക്കി. ഞങ്ങളിവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതാണ്ട് ഒരുത്തി കുത്തബ്മിനാറിന്റെ പൊക്കത്ത് കയറിയിരിക്കുമ്പോൾ സാധനത്തിന്റെ പൊക്കത്ത് കയറി. ട്രീസ ഓൾറെഡി റെഡിയായി. അപ്പം ഞാൻ റെഡിയായി ഗൈസ്. ഞങ്ങളിനി താഴെ പോകണം. എന്തൊക്കെയാവുന്ന ഒരു പെടുത്തും ഇല്ല. അതാ സത്യം. എന്തായാലും താഴെ ചെല്ലട്ടെ. കഴിക്കാൻ ബിരിയാണി കഴിച്ചിട്ട് വേണം പോവാൻ. കഴിച്ചിട്ട് പോയപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കും, മൊത്തം അടിച്ചിട്ട്. ഐ ഗസ് നന്നായിട്ട് തീരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ ബൈ, സീ യു ടൗൺ ഗൈസ്. ബൈ ബൈ. എന്തായാലും നമ്മളെ ഡാൻസേഴ്സൊക്കെ എന്താവും എന്നൂടാ. വാടി നിങ്ങൾ എൻ്റെ ക്യാമറയിൽ വരുന്നില്ല ആരും. നമ്മളെ ഡാൻസേഴ്സ് എന്താവും എന്നോ. പാട്ടൊക്കെ മാറ്റി ഒന്നേന്ന് കളിച്ചൊക്കെ പ്രാക്ടീസ് ചെയ്ത് ആർക്കറിയാം എന്ത് കളിക്കും. പറ. മാറ്റിയൊന്നുമില്ല. മാറ്റി അല്ല, പാട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി പഠിച്ചു. ബൈ ബൈ. നിങ്ങൾ കഴിക്കുന്ന വീഡിയോ എടുക്കട്ടെ ഞാൻ? വേണ്ടേ? ഞാൻ 2 വീഡിയോ ഇരിക്കുന്നു. നോക്കട്ടെ ചേച്ചി. നോക്കി ചേച്ചി. ഓക്കെ ചേച്ചി എല്ലാവരും നോക്കിയേക്കാം. ഈ സംഭവം പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് എന്തായാലും പരിപാടി തുടങ്ങണം. പരിപാടിയുടെ ഇടയ്ക്ക് വെച്ച് എന്തായാലും എന്തായാലും കാണാം. എനിക്ക് ടെൻഷനാണ് ചെറുതായിട്ട്. ബട്ട് ഐ വിൽ ഡു മൈ ബെസ്റ്റ്. Move towards new horizons. So dear seniors, sit back, relax and allow us to express our gratitude, admiration and love towards this heartfelt program arranged just for you. Hi guys. Hi guys. Bye. I got photo. What's that? How was your experience today? How was it? Nice. How was your experience? How was it? Very nice. For me also good. ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം മാറ്റുന്നു, പ്രോഗ്രാമിൻ്റെ ഓർഡർ മാറ്റുന്നു. പക്ഷെ ചെയ്യുന്ന പരിപാടിയൊക്കെ ലൈക്ക് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് എന്താ പറയുക, നമ്മൾ പ്രിപ്പയർ ചെയ്ത എന്തല്ല സ്ക്രിപ്റ്റ് അല്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ ആയത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനാണ് അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ പ്രിൻസിപ്പൽ മാമിൻ്റെ സ്പീച്ചാണല്ലേ പ്രിൻസിപ്പൽ മാമിൻ്റെ അടുത്ത കേക്ക് കട്ടിങ്. എല്ലാം കേട്ട് വേണം കുറച്ച് കേക്ക് Thank you, ma'am, for your inspiring words, guidance, and encouragement. Always motive us to do better every day. This program is really fun, right Ahalya? Yes. But we have one last celebration left, right? Right. Now it's time to sweeten this evening with a delicious moment, the cake cutting ceremony. So I invite all our distinguished guests, teachers, beloved seniors to come forward to celebrate this beautiful farewell moment together with cake cutting.
ആ ചെറുതായിട്ട് കാണാം. മുടിയെ മുഴുവൻ പെയിന്റ്. ഫോട്ടോസ് എടുക്കാൻ നോക്കി, എനിക്ക് മാത്രം നല്ല ഫോട്ടോ ഒന്നും കിട്ടൂല. ഇവർക്ക് എല്ലാവർക്കും കിട്ടും. ഇവർക്ക് എല്ലാവർക്കും നല്ല നല്ല ഫോട്ടോസ് കിട്ടും. എനിക്ക് മാത്രം എന്തെന്നാണ് ഞാൻ എന്നും ആലോചിക്കുന്നത്. ഞാൻ എന്ന് ഫോട്ടോ എടുത്താൽ എന്തോ നെഗറ്റീവ് ഇല്ലാത്ത ഫോട്ടോ മാത്രമേ അഹല്യക്ക് ശരിയാകും. അങ്ങനെയല്ല, ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറയിലുള്ള ഞാനല്ല ബാക്ക് ക്യാമറ വരുമ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക, നേരിട്ട് കാണുന്ന ഞാനല്ല ഫോണിൽ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ. നേരിട്ട് കാണാൻ കൊള്ളാമെങ്കിൽ ഫോണിൽ കൂടെ ഒരു ഗുമ്മ കാണിക്കില്ല. എന്തെല്ലാം. എനിവേസ് ഇന്നത്തെ ദിവസം സോ ഗുഡ് ആൻഡ് ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ. ആൻഡ് പറ ഞങ്ങൾ എൻ്റെ ടു ബി ഹോണസ്റ്റ് ആയിട്ട് പറയണം, ഹൗ വാസ് അവർ പെർഫോമൻസ്? നല്ലായിരുന്നു. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒന്നും പറഞ്ഞില്ല. എല്ലാവരും ഫ്രണ്ടിൽ കയറണം കിട്ടിയില്ല. നിർത്തുക. ഞങ്ങൾക്ക് പരിപാടി കഴിഞ്ഞല്ലേ പറഞ്ഞോളൂ. എന്താ പറയാ, ഫസ്റ്റ് ടൈമാണ് ഞാൻ ആങ്കറിങ് ഐ എം ഡൂയിങ്. ആൻഡ് ഇപ്പം പണ്ട് ഞാൻ പറഞ്ഞ സ്പീച്ച് പറയാൻ നേരത്തെ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. ബട്ട് ദിസ് ടൈം ദ ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ഐ ഗെസ് ഒരു ചെറിയ ലിറ്റിൽ ബിറ്റ് നെർവസ് ഉണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് എന്താ പറയുന്നത്, ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. അപ്പം ലൈക്ക് ഫുൾ ഓക്കെ ആയിരുന്നു. ഞാൻ എന്തായാലും ഞാനീ ചിലപ്പോൾ ചായ പിടിക്കാൻ പോകുമ്പോൾ മറന്നുകൂടാ. ഇത് ഞാൻ പരിപാടി കഴിഞ്ഞല്ല, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്ന്. ഇവിടെ ഉറക്കം കണ്ട ഇന്നലെ പരിപാടിക്ക് അവളാണ് പരിപാടി ചെയ്തതെന്ന് തോന്നുന്നു. മാംസ് എല്ലാവരും വന്ന് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്തു. ക്ലാസ് കഴിഞ്ഞ് നമ്മളെ വന്ന് അപ്രിഷ്യേറ്റ് ചെയ്തു. ചെയ്തിട്ട് മതി, ഞാൻ അത് പറയട്ടെ. അല്ലേ അല്ലേ ആണാ അല്ലേ? ഞങ്ങൾ പ്രത്യേകിച്ച് ആങ്കേഴ്സിനെ പറഞ്ഞു അല്ലേ? ചുമ്മാ 500 ഗൂഗിൾ പേ കൊണ്ട് മാത്രം ഞാൻ ആന്ന് പറയുന്ന. ഇപ്പൊ ക്ലാസ്സിലെ മാംസൊക്കെ വന്നപ്പോൾ പറഞ്ഞു നന്നായിട്ട് ചെയ്തു. പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കുറേയും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് ഞാൻ ആങ്കറിങ്ങിന് വേണ്ടിയിട്ട്. ആങ്കർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നി. 500 രൂപയ്ക്കുള്ളതായി. ഇനി അടുത്ത പൈസ ആകുമ്പോൾ ഞാൻ ബാക്കി പറയാം. ചുമ്മാ ശരിക്കാനാ പറഞ്ഞു. ഇന്നലെ കുറേ പ്രോഗ്രാം നടന്നു. അതിന് ഞാൻ ആങ്കറിങ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ എടുത്തില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എടുത്തു. അത്ര ഇന്നിപ്പോൾ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇനി നാളെ ഞങ്ങൾക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് എന്നെ കണ്ടിൽ തന്നെ ഒരുമാതിരി ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും പറയണം എന്നാ പറ്റാൻ എക്സാമൊക്കെ ആയതുകൊണ്ട് ഒരു ഇതില്ലാണ്ടിരിക്കുക. ഇന്നലെ ഞങ്ങൾ കുറച്ച് പരിപാടികളുണ്ട്, അതിൻ്റെ ഇതൊക്കെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഇവന്മാരെടുത്തിട്ട് ഇന്നലെ തന്നെ ഭയങ്കര ഓട്ടം. ഞങ്ങൾ ഒന്നാമതെ ലേറ്റായിട്ടാണ് ചെന്നത് തന്നെ. ലേറ്റായിട്ട് ചെന്നുകൊണ്ട് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് എന്ത് പറയണം, എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്കാകെ പെട്ടെന്ന് ആയിപ്പോയപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിക്കാൻ വന്നു. ഞങ്ങൾ ഓൾറെഡി റെഡിയായി പോയപ്പോഴേ ലേറ്റ്. ഞങ്ങൾ ലേറ്റായപ്പം ഞങ്ങൾക്കൊരു ടെൻഷൻ ഇപ്പം തുടങ്ങുന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മൾ റെഡിയായി ചെന്ന് എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു എന്നാണ് സത്യം. എല്ലാം പെട്ടെന്ന് ഞങ്ങൾ റെഡിയായിട്ട് നേരത്തെ ചെന്നിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് സമാധാനത്തോടെ അവിടെ ഇരിക്കുക. നമ്മൾ പെട്ടെന്ന് ഒരുങ്ങി ഞങ്ങൾ എഴുതിക്കൊണ്ടൊക്കെ ഇരുന്നില്ലേ കുറേ നേരം. അങ്ങനെയൊക്കെ ഞങ്ങളുടെ കുറേ ടൈം പോയി. പക്ഷേ നമ്മളെങ്ങനെയൊക്കെയും മാനേജ്. പിന്നെ അവസാനം ഒന്നാതെ പരിപാടി വന്നു കുറച്ച് ലേറ്റായി. പറഞ്ഞ ടൈമിനേക്കാളും കുറച്ചും കൂടെ കഴിഞ്ഞില്ല തുടങ്ങി. അതുകൊണ്ട് അവസാനം പെട്ടെന്ന് നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ ചെയ്യാൻ വെച്ചിരുന്ന പ്രോഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് നല്ല ഇവിടെ ഭയങ്കര മഴ. ഇനി ഹൈദരാബാദ് നല്ല തണുത്ത് ഉറങ്ങിയിരിക്കും. തെറ്റാണ്. അപ്പം അത്രയ്ക്കുള്ളതാണ്.
സാധനം നീ എന്ത് ഇത്ര കിട്ടിയുള്ളൂ നിനക്ക്? അവള് തരുന്നില്ല, എനിക്ക് ആ വെള്ളം വേണം. ഏയ് ശ്രാവണി, ചെയ്യാറിഞ്ഞു കാണി പൂ വന്നാ ബൈ.